ബംഗാളിലെയും ആസാമിലെയും വിജയം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് കാണുന്നത് ആസാമിലെ നിയോജകമണ്ഡലം വെട്ടിമുറിച്ച് ആ ഡീലിമിറ്റേഷൻ നടത്തിയ രീതി കണ്ടെന്ന് അറിയാം. അവിടെ വേറെ പൊതുവെ പാർട്ടിക്ക് ഇരിക്കാൻ പറ്റുന്നത് ഇത് തന്നെയായിരുന്നു ഇന്ത്യ തലത്തിൽ നടത്താൻ ഉദ്ദേശിച്ചത് ദേശീയ തലത്തിൽ. അതിനുവേണ്ടിയാണ് ആ ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായി എതിർത്തത്. ഇത് എല്ലാ കാലത്തും വിജയിക്കാൻ പറ്റുന്ന കാര്യമല്ല. വ്യക്തമായിട്ട് ഇന്ത്യ തമിഴ്നാട്ടിലെ പ്രതിഭാസം ഉണ്ടായി. എന്തായാലും ജനവിധിയെ നമ്മൾ മാനിക്കണം. പാർട്ടിയുടെ നിലപാടുകളെ വലിയ ദിവസങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ പിന്നിൽ എന്താണ് കഴിയുന്നത് കാര്യത്തിൽ പിന്നിലെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കുന്നുണ്ടോ അത് അവരിതുവരെ നിയമപരമായ പാഠം പഠിച്ചതെന്നാണ് രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒപ്പിലായിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ വികാരപരമായി അതിൻ്റെ മറുപടിയാണ് ഞാൻ നമ്മൾ കണ്ടതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഓരോ മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത ഓരോ തരത്തിലുണ്ട്. പാലപ്പുഴയിലായാലും അമ്പലപ്പുഴയിലായാലും ഓരോ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ കാര്യമെടുത്തതാണ് അത് മെസ്സേജ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പോസ്റ്റ് തെറ്റായിരുന്നു മനസ്സിലാക്കി ആ പോസ്റ്റ് തീർക്കാനുള്ള നടത്തുന്നു. ഏറ്റവും വലിയ മെസ്സേജ് എന്താണ്? വർഗീയത ഇളക്കി വിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചറിവ്. ജാതിയും മതവുമല്ല, മറിച്ച് കർണാടകത്തിലെ നന്മയും പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് വൈദ്യുതി ഫാമിലി പോയി സുധീഷ് ആയിരുന്നു ഇറങ്ങുമ്പോൾ പറയുന്നതാണ് സുധീഷയെക്കുറിച്ച് വളരെ മോശമായ കമന്റ്. അയാൾ ജനം ജയിച്ച് എത്ര കൊടുക്കുന്നു? ഏതെങ്കിലും പ്രത്യേക വിഭാഗമാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്? അല്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൽ വലിയ പ്രചരണമായിരുന്നു. അവിടെ ജയിപ്പിച്ചത് ക്രൈസ്തവ സഹോദരന്മാരെ ഒന്നിച്ചിട്ട് മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കും, മറ്റേ ഹിന്ദു സഹോദരന്മാരെ ഒന്നിച്ചിട്ട് മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കും. മലപ്പുറത്തെ തവനൂരിലെ ജോയ് എന്ന് നോക്കും. തവനൂരിലെ ജോയിയുടെ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരുണ്ട്? പക്ഷേ ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്ക് ജോയിയെ മലപ്പുറത്ത് ഞാൻ വിജയിക്കും. ഇത് കാണിക്കുന്ന സന്ദേശം എന്താണ്? ഈ സന്ദേശമാണ് കേരളത്തിലെ നന്മയുടെ സന്ദേശം. വിഭജിച്ച് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനം അവരുടെ കൂടെ ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇനിയെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കും. അത് തന്നെയാണല്ലോ അദ്ദേഹം എല്ലായ്പ്പോഴും എൽ ഡി എഫിന് വേണ്ടിയിട്ടാണ് എൽ ഡി എഫ് ജയിക്കുമെന്നാണ് അദ്ദേഹം അല്ലേ? ഇന്നലെ വരാൻ കണ്ടത് ഞങ്ങൾ. അപ്പോൾ എൽ ഡി എഫിന്റെ ഭാഷയാണ് വർഗീയത ഉണ്ടാക്കുക. എന്നിട്ട് ജയിപ്പിക്കാൻ പറ്റും. അതേ ഭാഷ തന്നെയാണ്. ആ ഭാഷത്തെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നതാണ്. നേരത്തെ നമുക്കറിയാം. എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് ഞങ്ങൾ. ജനങ്ങളിൽ നിന്നും പിന്നാലെ പോകുന്നത്. ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും വർഗീയ ശ്രമത്തിന് പിന്നാലെ പോകുന്നവരെല്ലാം കേരളത്തിൽ അവർക്ക് നന്നായിട്ട് സ്ഥാനാർത്ഥിൻ്റെയും മുന്നിലേക്ക് തിരിച്ചറിയാൻ കിട്ടുന്നു. അത് ഞാൻ പറഞ്ഞു ഇന്നലെ വന്നത്. അപ്പോൾ പാർട്ടി നേതൃത്വം കൂടിയാണ് നടത്തി, ഹൈക്കമാൻഡ് കൂടിയാണ് നടത്തി. അതിൻ്റെ നടപടി കിടക്കും. അധികം വൈകാതെ തന്നെ കിടക്കും. അത്രയും കാര്യങ്ങൾ അല്ല എനിക്ക് വേണ്ടി ഒന്നും ഞാൻ ആരോടും അല്ല ഒരു കാര്യമില്ല. ഇങ്ങനത്തെ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട് മുഖ്യമന്ത്രി. അല്ലാതെ ഏതെങ്കിലും മറ്റേതെങ്കിലും പ്രചരണത്തിൽ ബോർഡ് വെക്കുന്നുണ്ട്, ബാനർ വെക്കുന്നുണ്ട്. അതിൻ്റെ അതായത് മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതിൽ ഘടകമില്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമിക്കുന്നത്. ഒക്കെ എല്ലാ കാര്യങ്ങളും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഇത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി തെരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിനെ പോലുള്ള പാർട്ടി പ്രധാന പാർട്ടി എത്രയോ മുഖ്യമന്ത്രിമാരെ തീരുമാനം